കിച്ചണിൽ നിന്നപ്പോൾ തന്നെ ഞാൻ തളർന്നു. കുറച്ചു നേരം ചെന്ന് കിടക്കാം. പൂജ മോളെ, നീ ഇതെപ്പറ്റി എന്നിട്ടെന്താ എന്നെ വിളിക്കാത്തെ? അല്ല, ഞാൻ എത്തിയിട്ട് 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ആണോ? അല്ല, പ്രേമ എവിടെ? അവൻ നിൻ്റെ കൂടെ വന്നില്ലേ? അമ്മ, എനിക്ക് നല്ല തലവേദനയുണ്ട്, ഞാനൊന്ന് കിടന്നോട്ടെ. അയ്യോ, തലവേദനയാണോ? എന്നാ ഞാൻ നിനക്ക് ചൂടായിട്ട് ചായയോ കട്ടനോ എടുക്കാം, അപ്പോൾ അതങ്ങ് മാറും. വേണ്ടമ്മ, ഞാനൊന്ന് ഉറങ്ങി എണീച്ചിട്ട് ചായയൊക്കെ കുടിക്കാം. ഞാനൊന്ന് കിടക്കട്ടെ. ആ, എങ്കിൽ നീ ചെന്ന് കിടക്ക്. ആ, ശരിയമ്മ. അവൾക്ക് ശരിക്കും തലവേദന തന്നെയാണോ? വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പൂജ, ഇവള് ഇത്ര നേരത്തെ എണീറ്റോ? ടോയ്ലറ്റിലോ കിച്ചണിലോ കാണുമായിരിക്കും. കിച്ചണിലോ ഹാളിലൊന്നും ഇല്ലല്ലോ. ഇനി ടോയ്ലറ്റിലെങ്ങാനും. ഈ ഫ്ലാറ്റിൽ ഫുള്ള് നോക്കിയാലോ അവളെ കാണുന്നില്ല. ചിലപ്പോൾ ഓഫീസിൽ പോയി കാണും. ഏതായാലും എനിക്ക് അവളോട് സംസാരിക്കണം. എല്ലാം പറഞ്ഞ് അവളുടെ ഡിസിഷൻ എന്താണെന്ന് എനിക്കറിയണം. പൂജ മോളെ, എഴുന്നേക്ക്. കുറേ നേരമായിട്ട് കിടക്കുന്നില്ലേ? ഇങ്ങനെ കിടന്ന തലവേദന കൂടെയുള്ളൂ. ഈ ചായ കുടിക്കാം. അമ്മ, നിനക്ക് നല്ല തലവേദനയുണ്ടോ? നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ വേണമെങ്കിൽ പോവാം. എന്തുപറ്റി പെട്ടെന്ന് തലവേദന വരാൻ? എന്തെങ്കിലും ചിന്തിച്ചോ നീ? ഏയ്, ഇങ്ങോട്ട് വരുന്നവരില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് തലവേദന. ശരി, ഏതായാലും ഈ ചായ കുടിക്ക്. ഒരു കാര്യം ചെയ്യും, ഞാൻ പ്രേമനെ വിളിച്ച് പറയാം. ഓഫീസിലൊക്കെ പോയിട്ട് നേരെ ഇങ്ങോട്ട് വരാം. നീ ഇനിയിപ്പോൾ 2 ദിവസം ഇവിടെ നിൽക്ക്, എന്നിട്ട് പോയാൽ മതി. പ്രേമനെയോ? അമ്മ വിളിക്കണ്ട, ഞാൻ വിളിച്ച് പറയാം. ശരി ശരി, ഞാൻ വിളിച്ച് പറയുന്നില്ല. നീ ചായ കുടിക്ക്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്രേമല്ലേ കൂടെ? പൂജയില്ലല്ലോ, അപ്പോൾ അവൾ ഇന്നും വന്നില്ലേ? സഞ്ജു, പൂജ ക്യാബിലുണ്ടോ? അതെന്താ, നിനക്കറിയില്ലേ? പൂജ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ആ, ഇങ്ങോട്ട് വന്നിട്ടില്ലേ? രാവിലെ എണീറ്റപ്പോൾ അവൾ ബെഡിലില്ല. ഞാൻ കരുതി ഓഫീസിൽ വന്നിട്ടുണ്ടാവുമെന്ന്. ചിലപ്പോൾ മൈൻഡൊക്കെ ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ആൻറ്റി കാണാൻ പൊക്കാണം. സാരമില്ല, വിളിച്ചു നോക്കാം. ഞാൻ വിളിച്ച അവൾ എടുക്കില്ല. നീ വിളിക്ക്, ഞാൻ ക്യാബിലോട്ട് പോവാ. ഈശ്വര, ഇവർ തമ്മിൽ ഇത്രയ്ക്ക് അകൽച്ചയാവാൻ എന്താ പ്രശ്നം? അമ്മോ, ആഹാ, നിങ്ങളോ? അപ്പോൾ ഇന്ന് ഞാൻ ആരെയാ കാണേണ്ടത്? ഇന്ന് ഫുൾ വിരുന്നുകാരാണല്ലോ. അതിനർത്ഥം ഞങ്ങൾക്ക് മുമ്പേ വേറെ ആരും ഇവിടെ വന്നിട്ടുണ്ട്. പൂജ വന്നിട്ടുണ്ട്. തലവേദന ആയതുകൊണ്ട് അവൾ കിടക്കാത്ത. അമ്മ, പൂജേച്ചി അകത്തുണ്ടെന്നോ? സത്യമായിട്ടും? നിനക്കിപ്പോൾ സമാധാനമായില്ലേ? അമ്മയെ കാണണം, അമ്മ ഒറ്റയ്ക്കാന്ന് പറഞ്ഞ് എനിക്ക് സമാധാനം തരാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇനിയിപ്പോൾ പ്രവീണേട്ടൻ പോകുന്നെങ്കിൽ പൊക്കോ. ഓഫീസിലെന്തോ ആജൻ്റെ വാക്കുണ്ടെന്നല്ലേ പറഞ്ഞ. ഞാനിവിടെ നിൽക്കാം, വൈകുന്നേരം ഇങ്ങ് വന്നാൽ മതി. ആഹാ, ചേച്ചി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നെ ഓട്ടിച്ചു വിടാൻ നോക്കുവാണല്ലേ നീ? മോനിരിക്കെ, ഞാൻ 2 ആൾക്കും ചായ എടുക്കാം. അയ്യോ ഇല്ല ആൻറ്റി, എനിക്ക് അർജൻറ്റ് വാക്കുണ്ട്. ഇവളെ ഇങ്ങോട്ടാക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് പോകണം. ഏതായാലും ഇവളിവിടെ നിൽക്കട്ടെ. ഞാൻ പറ്റുമെങ്കിൽ വൈകുന്നേരം ഇങ്ങോട്ട് വരാം. ശരി ആൻറ്റി. ശരി മോനെ. പൂജേച്ചി, ചേച്ചി എഴുന്നേറ്റോ? ഞാൻ കരുതി ഉറക്കമായിരിക്കുമെന്ന്. ഇല്ല, ഞാൻ എഴുന്നേറ്റു. നീ എപ്പോഴാ വന്നേ? ഇപ്പം വന്നതേ ഉള്ളൂ. അമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്നിട്ട് സമാധാനം കിട്ടിയില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ ചേച്ചി ഇവിടെ ഉണ്ടെന്ന്. വൈകുന്നേരം പ്രവീണേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്കിപ്പോൾ തലവേദന എങ്ങനെയുണ്ട്? എനിക്ക് കുറവുണ്ട്. ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തപ്പോൾ തലവേദനയൊക്കെ പോയി. പിന്നെ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ നിനക്ക് എപ്പോഴാണ് വരുന്നത്? അത് കഴിഞ്ഞിട്ട് തുടർന്ന് പഠിക്കണ്ടേ? ആ,
റിസൾട്ട് വന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് പ്രവീണിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പിന്നെയല്ലേ ഇന്ന് അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു ഫ്ലാറ്റിൽ നിന്ന് നിങ്ങൾ എപ്പോഴാണ് വീട്ടിലേക്ക് താമസം മാറുന്നതെന്ന്. ഞാനിനി ആ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. ചേച്ചി എന്താ ആലോചിക്കുന്നേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആ നീ വാ, അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ, നമുക്ക് അങ്ങോട്ട് പോവാം. എത്ര തവണ ഞാൻ അവളെ വിളിച്ചു, ഒരു പ്രാവശ്യമെങ്കിലൊക്കെ കോൾ എടുക്കായിരുന്നില്ലേ? തിരക്കാണെങ്കിലും ഓക്കെ, തിരക്ക് കഴിഞ്ഞിട്ട് മിസ് കോൾ കണ്ട് തിരിച്ചു വിളിക്കാനെങ്കിലും അവൾക്കറിയില്ലേ? കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചെന്ന് പറയണമെന്നുണ്ടായിരുന്നു. അയിനോ അവളിപ്പോൾ എന്നിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുക. അവൾക്കത് ഈസിയാണെങ്കിൽ അവൾ പൊക്കോട്ടെ, അവളുടെ ലൈഫ് ഹാപ്പി ആയിട്ടിരുന്നാൽ മതി. ഇന്നലെ നൈറ്റ് അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ കരുതി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും വേണ്ട, ഒന്നും വേണ്ട. പൂജയും ഇവളിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരാഴ്ച പോയതറിഞ്ഞില്ല ഞാൻ. അമ്മ പറഞ്ഞത് ശരിയാ, ഞാനും 1 വീക്ക് പോയതറിഞ്ഞില്ല. ഇവിടെ നിന്ന് പോകാൻ എനിക്ക് തോന്നുന്നില്ല. 2 ദിവസം കൂടെ ഞാൻ ഇവിടെ നിന്നോട്ടെ. എനിക്കറിയാം നിനക്ക് എൻ്റെ കൂടെ വരാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല, നിൻ്റെ ചേച്ചി ഉള്ളതുകൊണ്ട്. ഇതിപ്പോൾ ഞാനായിട്ട് വന്നതല്ല, അമ്മ പറഞ്ഞു വിട്ടതാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ കൊണ്ടുവിടാം. 2 ദിവസം കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ നിൽക്കില്ല. ചേച്ചി പോയാലോ? ഞാൻ 1 ദിവസം കൂടെ. ചിനു, പ്രവീൺ സാർ പറഞ്ഞില്ലേ കൂട്ടിക്കൊണ്ട് പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വിടാന്ന്. ഞാൻ ഇവിടെ നിന്നും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. നീ ചെല്ല്, ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. പൂജ പറഞ്ഞ് കേട്ടില്ലേ, അവളെങ്ങും പോവില്ല, ഇവിടെ തന്നെയുണ്ട്. പിന്നെന്താ, ഞാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുവിടാം. ഞാൻ വരാം. അമ്മ, ചേച്ചി, ഞാൻ പോട്ടെ. മോൻ്റെ കോണി വെക്കാതെ സന്തോഷമായിട്ട് പോയിട്ട് വാ, ചെല്ല്. അമ്മ പറഞ്ഞ ശരിയാ, ഹാപ്പി ആയിട്ട് ചെല്ല് ചിന്നു. ആ ചേച്ചി, ഞാൻ പോയിട്ട് പിന്നെ വരാം. പൂജ അവിടെ ഒന്ന് നിന്നേ. എന്താ അമ്മ? ചിന്നു വന്ന് ഒരാഴ്ച കഴിഞ്ഞ് അവളുടെ ഭർത്താവ് കൂട്ടിക്കൊണ്ടുപോയി. നീ വന്നിട്ടും 1 വീക്ക് ആയല്ലോ, എന്നിട്ടും നിന്റെ ഭർത്താവ് അവിടെ? അവളെ കൊണ്ടുവിട്ടതും അവളുടെ ഭർത്താവല്ലേ? ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത്. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഇന്നിനെ തിരിച്ചു പൊക്കോളാം. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച. ഇവിടെ വന്നിട്ട് ഞാൻ ഒരാഴ്ച കൊണ്ട് ശ്രദ്ധിക്കുക. പ്രേമിൻ്റെ കാര്യം പറഞ്ഞാലോ, അവനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാലോ, നിന്റെ ഒളിച്ചു കളി. നീ അങ്ങോട്ടും വിളിക്കില്ല, അവൻ വിളിച്ചാൽ എടുക്കുകയില്ല. അമ്മയ്ക്കിപ്പോൾ എന്താ അറിയണ്ട? എനിക്ക് അവൻ്റെ കാര്യം പറയാൻ താല്പര്യമില്ല. എന്തിനാ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പ്രേം എന്ന് പറയുന്ന? നിങ്ങൾക്ക് എന്നെ പറ്റിയൊന്നും ചോദിക്കാനില്ലേ? പൂജ, അവൻ നിന്റെ ഭർത്താവല്ലേ, നിന്നോടല്ലേ ഞങ്ങൾ ചോദിക്കേണ്ട. എന്നാ എൻ്റെ ഭർത്താവിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ നേരിട്ട് ഫോൺ വിളിച്ച് ചോദിച്ചോ. ഞാൻ റൂമിലേക്ക് പോവുക. അവളുടെ ഭർത്താവിനെ പറ്റി അവൾക്കൊന്നും അറിയില്ലെന്നോ? ഈ കുട്ടിക്ക് ഇതെന്താ പറ്റിയ? രണ്ടുപേരും അടി ഉണ്ടാക്കിയോ? ഈശ്വര, ഒന്നും വാതൊന്നും പറയേയില്ല. അന്നോട്ട് ഞാൻ ശ്രദ്ധിക്കുക. മലയ്ക്ക് ഭക്ഷണം കഴിക്കില്ല, അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കില്ല. എന്താ ഇവളിങ്ങനെ? ഛേ, അമ്മയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. പാവം സങ്കടമായിട്ടുണ്ടാവും. അപ്പോഴത്തെ ദേഷ്യത്തിന് അവനെപ്പറ്റി മറക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എന്താ ചെയ്യേണ്ട? ഏതായാലും അമ്മയോട് പോയി സംസാരിക്കാം. ഞങ്ങൾക്കിടയിൽ വേറെ പ്രശ്നമൊന്നുമില്ലാന്ന് തൽക്കാലം പറയാം. അത് നല്ലത്. അതെന്താ ആ ശബ്ദം? അത് കിച്ചണിൽ നിന്നല്ലേ വന്നത്? അമ്മ, പൂജ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ. സെലിൻ, അമ്മയ്ക്ക് ഒട്ടും വയ്യായിരുന്നു. നീ ടെൻഷൻ ആവാതെ ഞങ്ങളൊന്ന് നോക്കട്ടെ. സെലിൻ, അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? എന്തെങ്കിലും ഒന്ന് പറ നീ. പൂജ, സർജറി ഇനിയും വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് എത്രയും വേഗം സർജറി നടത്തണം. നീ ക്യാഷ് അടച്ചാൽ ഡോക്ടേഴ്സിനൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് ഇന്ന് തന്നെ ആ സർജറി നടത്തണം. ഇല്ലെങ്കിൽ
ഓക്കെ, നീ അറേഞ്ച് ചെയ്തോ. ഞാൻ ഞാൻ ക്യാഷ് അടയ്ക്കാം. ഒരു 10 മിനിറ്റ്സ് ഞാൻ എങ്ങനെയെങ്കിലും. എന്നാൽ നീ ബില്ല് ക്ലോസ് ചെയ്തോ. ഞാൻ അതിന് മുന്നേ ഡോക്ടേഴ്സിനടുത്തൊക്കെ റെക്കമെൻഡ് ചെയ്ത് തിയേറ്ററിലോട്ട് കയറ്റാം. ഇനിയും വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ പറ്റില്ലടാ. അതുകൊണ്ട് എനിക്ക് നിൻ്റെ സിറ്റുവേഷൻ അറിയാം. സാരമില്ല, ഞാൻ ക്യാഷ് അടച്ചോളാം. ഇത്രയും വലിയ തുക ഞാൻ എങ്ങനെ? ഈശ്വര. നാളെയും കൂടെ നോക്കാം. നാളെയും പൂജ ഓഫീസിൽ വന്നില്ലെങ്കിൽ ആൻറ്റിയുടെ അടുത്ത് തന്നെ ചെല്ലാം. എന്താ പ്രശ്നമെന്ന് അറിയണ്ടേ? എത്ര ദിവസം ആൻറ്റിയുടെ വീട്ടിൽ വിളിച്ചിരിക്കും, ഞാൻ വിളിച്ചിട്ടോ എടുക്കുന്ന പോലുമില്ല. ഇത് പൂജയാണല്ലോ ഇങ്ങോട്ട് വിളിക്കുന്നത്. എന്താ ഈ സമയത്ത്? ഹലോ പൂജ, പറ. ആണോ? നീ ടെൻഷൻ അടിക്കല്ലേ, നമുക്ക് നോക്കാം. ഞാനിപ്പോൾ വരാം. നീ ഒന്ന് സമാധാനപ്പെട്. ഞാനിപ്പോൾ ഇറങ്ങാം. എങ്ങനെയെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. പൂജ, ഞാനല്ലേ പറയുന്നത്, ടെൻഷൻ അടിക്കണ്ട. ഞാനിതാ ഇപ്പം അങ്ങോട്ടെത്തും. ശരി എന്നാ. പൂജ, ആൻറ്റിയെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റിയോ? അവർ അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ടുണ്ട്. ക്യാഷ് അടച്ചാലേ അവർ സർജറി തുടങ്ങുള്ളൂ. എൻ്റെ കയ്യിൽ എവിടെന്ന ഒക്കെ നുള്ളി പറിക്കാലും 50,000 വല്ലതും കാണുള്ളൂ. നീ ടെൻഷൻ ആവല്ലേ. ഞാനൊരു 2 ലക്ഷം ഒപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതുകൊണ്ട് അവിടെ അടയ്ക്കാം. അത് കഴിഞ്ഞ് ബാക്കി നോക്കാം. സഞ്ജു, ഞാൻ കാരണം. ഹേയ്, ഇപ്പം ഇതൊന്നും ആലോചിക്കണ്ട. ബാക്കി നമുക്ക് നാളെ നേരം എടുത്ത് ഓഫീസിൽ നിന്ന് ലോൺ എടുക്കാം. നീ ഇപ്പോൾ വാ, നമുക്ക് കൗണ്ടറിലോട്ട് പോവാം. പൂജ, ക്യാഷ് അടയ്ക്കാൻ ബില്ല് കൊടുത്തപ്പോൾ അവർ പറയുക ഓൾറെഡി ഈ ബില്ല് ക്ലോസ്ഡ് ആണെന്ന്. ആരും നമുക്ക് മുമ്പ് അടച്ചു എന്നാ പറയുന്നത്. ഇല്ല സഞ്ജു, ഞാനല്ലാതെ ആരും ഇവിടെ ഇല്ല. ഈ ബില്ല് ചെക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്യാഷ് ഒക്കെ ക്ലോസ്ഡ് ആണെന്നാ പറയുന്നത്. അപ്പോൾ ആരാ അത്? പേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ സർജറി കഴിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ദൈവത്തിൻ്റെയും കൂടെ ഒരു അനുഗ്രഹം, അത് എല്ലാ കാര്യത്തിലും വേണമല്ലോ. അന്ന് നീ പറഞ്ഞതുകൊണ്ടാ ഇന്ന് പേഷ്യൻറ്റിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ നിന്നെ വിളിച്ചറിയിച്ചത്. താങ്ക്സ് ഡാ. ഇനി എന്ത് കാര്യമുണ്ടെങ്കിലും നീ എന്നോട് പറഞ്ഞാൽ മതി. ക്യാഷായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഞാനപ്പോൾ തന്നെ അത് സോൾവ് ചെയ്തോളാം. ഇനി ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നമുക്ക് സർജറി കഴിഞ്ഞിട്ട് നോക്കാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ നിന്നെ ഇൻഫോം ആക്കിക്കോളാം. ഇപ്പോൾ നിലവിൽ പേടിക്കാനൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇപ്പം ഞാൻ പോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി. ശരി, ഗുഡ് നൈറ്റ്. സഞ്ജു, ഇത്രയും തുക ആരാ അടച്ചത്? അറിയില്ല പൂജ. ബില്ലടയ്ക്കുമ്പോൾ അവർ ഡീറ്റെയിൽസ് ഒന്നും ചെക്ക് ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് ആരോ. അത് പ്രേമല്ലേ? അവനെന്താ ഇവിടെ? പ്രേമോ? സഞ്ജു, ക്യാഷ് അടച്ചത് പ്രേമാണോ? അറിയില്ല പൂജ, മേ ബി അവനായിരിക്കാം. എന്ത് ചെയ്തിട്ടും വേണ്ടില്ല, ഞാൻ ആ പൈസ തിരിച്ചു കൊടുക്കും. പ്രേമിൻ്റെ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല. ഞാനൊരിക്കലും അവൻ്റെ മുന്നിൽ ഇങ്ങനൊരവസ്ഥയിൽ എത്തണമെന്ന് വിചാരിച്ചതല്ല. ഈ പൂജ, നീ ഒന്ന് സമാധാനപ്പെട്. ഇപ്പോൾ ഇതൊന്നും ആലോചിക്കണ്ട. ആൻറ്റിയെ മാത്രം നമ്മളിപ്പോൾ നോക്കിയാൽ മതി. പൂജ ടെൻഷൻ അടിക്കേണ്ട. അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. സർജറിയൊക്കെ വളരെ നന്നായിട്ട് തന്നെ കഴിഞ്ഞു. ഇപ്പോൾ ആൻറ്റി സെഡേഷനില്ല. കുറേ കഴിയുമ്പോൾ റൂമിലോട്ട് മാറ്റും ഞാൻ. സെലിൻ, ഇത്രയും നേരം ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു എനിക്കറിയില്ല. അമ്മ എനിക്കൊന്ന് കാണണം. ഒന്ന് വെയിറ്റ് ചെയ്യ്. റൂമിലോട്ട് മാറ്റുമ്പോൾ നിനക്ക് കയറി കാണാം. എനിക്കറിയാം ജീവൻ കൈ പിടിച്ചായിരിക്കും നീ പുറത്ത് നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് സർജറി കഴിഞ്ഞതും ഞാൻ പുറത്തിറങ്ങി ഈ കാര്യം പറഞ്ഞ്. സാരമില്ല, എല്ലാം ശരിയാവും. ഡോക്ടർ പറഞ്ഞു ശരിയാ. ഇത്ര നേരം അവൾ എങ്ങനെ നിന്നു അവൾക്ക് പോലും അറിയില്ല. എൻ്റെ തലയൊക്കെ കറങ്ങ. എനിക്ക് വയ്യ സഞ്ജു. എന്തു പറ്റി പൂജ? ചിലപ്പോൾ ടെൻഷൻ അടിച്ച് BP ലോയോ ഹൈയോ ആയി കാണും.
സഞ്ചി പുറത്തേക്ക് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ ഡോക്ടർ. ഞാൻ പറഞ്ഞില്ലേ, ലോ ബി സാരമില്ല. ഇതിൻ്റെയൊക്കെ ടെൻഷൻ കാരണമായിരിക്കും. നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. നിനക്ക് ബ്ലഡിൻ്റെ കുറവുണ്ടോ? നിന്റെ പീരീഡ്സ് ഒക്കെ കറക്റ്റ് അല്ലേ? പീരീഡ്സ് അത് കറക്റ്റാണോ? അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ഒന്ന് എഴുതിത്തരാം. നീ ഒന്ന് ചെക്ക് ചെയ്യ്. സെലിൻ, ഇപ്പം വേണ്ട. അമ്മയെ റൂമിലോട്ടൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ, എന്നിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. നീ ടെൻഷൻ അടിക്കണ്ട, ഹാപ്പി ആയിട്ടിരിക്കേ. എന്താ ചേച്ചി ഇത്? അമ്മ ഹോസ്പിറ്റലിലാണെന്ന് ഞങ്ങളോടൊന്ന് വിളിച്ച് പറയായിരുന്നില്ലേ? ഒറ്റയ്ക്ക് എങ്ങനെ? ആ നേരത്ത് എനിക്കാരെയും വിളിക്കാൻ തോന്നിയില്ല. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാനേ ഞാൻ നോക്കിയുള്ളൂ. പിന്നീട് ഇപ്പോഴെ ഞാനൊന്നിരുന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാം ഒറ്റയ്ക്ക് ഓടി നടന്ന് ചെയ്യാനാണല്ലോ നിനക്ക് പണ്ടേ ഇഷ്ടം. എന്തിനാ മോളെ ഒറ്റയ്ക്ക് ഇങ്ങനെ? ഞങ്ങളോട് പറയണ്ട, പ്രേമനെങ്കിലും വിളിക്കായിരുന്നില്ലേ ആ നേരത്ത്? അമ്മ, ഇനി ഒന്നും പറയണ്ട. ആൻറ്റി ഇപ്പോൾ ഓക്കെ അല്ലേ? ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി കുറച്ച് ദിവസത്തേക്ക് ആൻറ്റി ടെൻഷനൊന്നും അടിക്കാൻ പാടില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കേട്ടല്ലോ? ഞാനിപ്പോൾ ഡോക്ടറെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ട, ഇവിടുന്ന് പൂർണ്ണമായിട്ട് മാറിയിട്ട് വീട്ടിൽ പോയാൽ മതി. അവിടെ പോയിട്ട് വീണ്ടും അസുഖം കൂടാനോ? അമ്മ ഇപ്പോൾ പെയിൻ വല്ലതും ഉണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. സർജറി ഒക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഓക്കെയാ. നിങ്ങളിങ്ങനെ പറയുന്ന പോലെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതെ, ഒന്നുമില്ല. ഡോക്ടർ അധികം സംസാരിക്കണ്ടെന്നല്ലേ പറഞ്ഞ അമ്മ? എൻ്റെ മോളെ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഓക്കെയാ. അമ്മയ്ക്ക് രാത്രിക്കുള്ള ടാബ്ലറ്റ് വാങ്ങാനുണ്ട്. ഞാൻ ചെന്ന് വാങ്ങിയിട്ട് വരാം. പൂജ, ഇനി താൻ പോട്ടെ, ഇനി തന്നേക്ക്, ഞാൻ വാങ്ങിയിട്ട് വരാം. ഇല്ല, എനിക്ക് വരുന്ന വഴിക്ക് ഡോക്ടറെയും കൂടെ ഒന്ന് കയറി കാണണം. നിങ്ങളിരിക്കെ, ഞാൻ വാങ്ങിയിട്ട് വരാം. ചേട്ടാ, ഞാനിപ്പോൾ വരാം. പൂജ, താനാണല്ലേ അമ്മയുടെ ഹോസ്പിറ്റൽ ബില്ല് ക്ലോസ് ചെയ്തത്? എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഞാൻ തിരിച്ചു തരാം. അതിന് ഞാനതിനെപ്പറ്റി നിന്നോട് ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും ഒരു ബന്ധമില്ലാത്ത എനിക്ക് വേണ്ടി താൻ ഇത്രയും വലിയ ക്യാഷ് അടയ്ക്കുമ്പോൾ ഞാനത് പറഞ്ഞില്ലെങ്കിൽ മര്യാദയില്ലല്ലോ. എത്രയും വേഗം തന്നെ ആ പൈസ ഞാൻ തരാം. നീ എന്താ പറഞ്ഞ? ഒരു ബന്ധമില്ലെന്നോ? ഞാൻ കെട്ടിയ താലി ഇപ്പോഴും നിൻ്റെ കഴുത്തിലുണ്ട്. ഞാൻ നിൻ്റെ ഭർത്താവാ. മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ഈ താലിക്കും ഈ ബന്ധത്തിനും എന്തർത്ഥമുള്ളത്? നിനക്ക് മറന്നുപോയോ? ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞ? ആ സ്ഥിതിക്ക് ഈ പൈസയുടെ ആവശ്യം എനിക്കില്ല. നിനക്കില്ലായിരിക്കും, പക്ഷേ എനിക്കുണ്ട്. ചിന്നു എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. ഞങ്ങളുടെ വീട്ടിലെ മൂത്ത മരുമകൾ. ഏട്ടത്തിയുടെ അമ്മയ്ക്ക് ഇങ്ങനൊരവസ്ഥ വന്ന കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ സഹായിച്ചത്. എൻ്റെ ഏട്ടത്തിക്ക് വേണ്ടിയാ ഞാൻ ഈ സഹായം ചെയ്തത്, മനസ്സിലായോ? മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. കഴിച്ചിട്ട് രണ്ടാളും വീട്ടിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. അമ്മയുടെ അടുത്ത് ഇപ്പോൾ ആൻറ്റി ഇല്ലേ? എന്നാ ചിന്നു പ്രവീൺ സാറിൻ്റെ കൂടെ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വാ. അമ്മയുടെ അടുത്ത് ഞാനും ആൻറ്റി ഇല്ലേ? ഞങ്ങൾ നോക്കിക്കോളാം, നീ ചെല്ല്. അവൾ മാത്രമല്ല, നിന്നെയും കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണം കഴിച്ചിട്ട് പ്രേമിൻ്റെ കൂടെ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. ഹോസ്പിറ്റലിൽ 2 ദിവസമായിട്ട് നീ ഇങ്ങനെ നിൽക്കുമല്ലേ? ഞാനില്ലേ ഇവിടെ? ഇല്ല ആൻറ്റി, ഞാൻ പോകുന്നില്ല. ഞാനിവിടെ നിന്നോളാം. പൂജ, അമ്മയെ പറ്റി ആലോചിച്ചിട്ടാണെങ്കിൽ ഞാനില്ലേ? അവളിപ്പോൾ മെഡിസിൻ എടുത്തിട്ട് കിടക്കുമല്ലേ? എണീക്കാൻ എങ്ങനെ പോയാലും കുറേ മണിക്കൂറാവും. പ്രേം,
മോളെയും കൂട്ടിക്കൊണ്ട് ചെല്ല്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഫ്ലാറ്റിലേക്കല്ലേ പോകുന്ന? ചിന്നു, നീ വാ, നമുക്ക് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. തൽക്കാലം ഇവൻ്റെ കൂടെ പോവാം. പോകുന്ന വഴിക്ക് ഒരു പ്രഗ്നൻസി കാർഡ് വാങ്ങിച്ച് സംശയം തീരാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്താലോ? ഞാൻ പോവാ, വരണമെങ്കിൽ എൻ്റെ കൂടെ വാ. ആൻറ്റി, ഞാൻ ചെന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ വരുന്നതിന് മുന്നേ അമ്മ എഴുന്നേൽക്കുവാണെങ്കിൽ എന്നെ ഒന്ന് കോൾ ചെയ്യണം. ആ, ഞാൻ വിളിക്കാം. നീ സമാധാനമായിട്ട് പോ, ഞാനിവിടെ ഉണ്ടല്ലോ. അതെ, ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോർ കാണുവാണെങ്കിൽ ഒന്ന് നിർത്തണം. മെഡിക്കൽ ഷോപ്പോ? എന്തു പറ്റി പൂജ? താൻ ഓക്കെ അല്ലേ? പ്ലീസ്, ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പ് ഉണ്ടെന്ന് നിർത്തുന്നാൽ മാത്രം മതി. ഞാൻ നിർത്തരാം. ഇവിടെയൊക്കെ ആകെ പൊടിയാണല്ലോ. പൂജ, നീ ഇല്ലാത്ത ഒരാഴ്ച ഞാനിവിടെ എങ്ങനെ നിന്നെന്ന് എനിക്കറിയില്ല. പൂജ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മുടെ ലൈഫിൽ പ്രധാനപ്പെട്ടൊരു കാര്യമോ അത്. അറിയാം, ഡിവോഴ്സ് അല്ലേ? ഇനി നമ്മുടെ ലൈഫിൽ ബാക്കി അതല്ലേ ഉള്ളൂ. എനിക്ക് സമ്മതം. പൂജ, എവിടെയെന്ന് പറഞ്ഞാൽ മതി, ഞാൻ സൈൻ ചെയ്ത് തന്നോളാം. ഞാൻ ഫ്രഷ് ആവാൻ പോവാ. ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകാനുള്ളതാ. നമ്മുടെ ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അത് മാത്രമല്ലേ ഉള്ളൂ. എനിക്കറിയാം, നിന്റെ വായുന്നത് കേട്ടാൽ ഞാൻ കൂടുതൽ ഹേർട്ടാവും. അതുകൊണ്ട് ഞാൻ തന്നെ അത് പറഞ്ഞ്. അതിനൊക്കെ മുന്നേ എൻ്റെ ഉള്ളിൽ ആ സംശയം തീർക്കണം. ഈ ടെസ്റ്റ് ഒരിക്കലും പോസിറ്റീവ് ആവരുത്. ഈശ്വര, ഇതൊരിക്കലും പോസിറ്റീവ് ആവരുത്. പോസിറ്റീവ്. ഈശ്വരൻ, എന്നോടെന്താ ഇങ്ങനെ? എന്നോട് മാത്രം എന്താ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ തരുന്നേ? എത്ര സിമ്പിളായിട്ടാ അവൾ ഡിവോഴ്സിനെ പറ്റി സംസാരിച്ച. മേ ബി അവൾക്കിതൊക്കെ സിമ്പിളായിരിക്കും. ഇത്ര നേരമായിട്ടും അവൾ ഡോർ തുറന്നില്ലല്ലോ. പൂജ, ഇവിടെ ഫ്രഷ് ആവണമെന്ന് പറഞ്ഞിട്ട് വന്നു കിടന്ന് ഉറങ്ങുവാണോ? ചിലപ്പോൾ ക്ഷീണുണ്ടാവും. ഹോസ്പിറ്റലിൽ 2 ദിവസം ഉറങ്ങാതിരുന്നതല്ലേ? ഞാനിന്നലെ ഇവിടെ തന്നെ കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോയോ? പ്രേമം ഇവിടെയാണോ കിടന്ന്? ഞാൻ എന്താ ചെയ്യേണ്ട? പരസ്പരം പിരിയാൻ പോകുന്ന ഞങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞ്. അതെന്തിനാ ഈശ്വര നീ തന്നത്? പൂജ, താൻ എഴുന്നേറ്റോ? താൻ ഓക്കെ അല്ലേ? ഞാനൊക്കെ, ഞാൻ ഫ്രഷായി ഹോസ്പിറ്റലിലേക്ക് പോവാം. ചിന്നു, ആൻറ്റിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ആ പ്രവീണേട്ട, അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ. ആ, അല്ല, പൂജ ഇന്നലെ തിരിച്ചു വന്നില്ല അല്ലേ? ഇല്ല, ചേച്ചി ഫ്രഷ് ആവാൻ പോയിട്ട് വന്നില്ല. ഞാൻ പിന്നെ വിളിച്ചുമില്ല. 2 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ നിന്നതല്ലേ റെസ്റ്റ് ഇല്ലാതെ. അതുകൊണ്ട് പാവം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പൊക്കാണും അവിടെ തന്നെ. നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടെ. ഓ, ആണോ? എല്ലാം മാഡം പറയുന്ന പോലെ. പ്രവീണേട്ട, എന്താ എന്നെ കളിയാക്കുവാണോ? ഏയ് ഇല്ല. ആ, ഗുഡ് മോർണിംഗ്. ആഹാ,
രാവിലെ തന്നെ എത്തിയല്ലോ നിൻ്റെ ചേച്ചി. ചേച്ചി എന്താ ഒറ്റയ്ക്കാണോ വന്നേ? ഒറ്റയ്ക്കല്ല, ഞാനും കൂടിയുണ്ട്. ആഹാ, നിങ്ങൾ 4 പേരും പുറത്ത് നിൽപ്പുണ്ടായിരുന്നോ? ഡോക്ടർ റൗണ്ട്സിന് വന്നിട്ടുണ്ടായിരുന്നു. അവള് വാശി പിടിച്ച് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു. ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോവാം. ഞാൻ പറഞ്ഞതാ കുറച്ചുകൂടെ നോക്കിയിട്ട് പതുക്കെ പോവാന്ന്. സമ്മതിച്ചില്ല. അല്ലേലും അമ്മയ്ക്ക് ഹോസ്പിറ്റലൊന്നും ശരിയാവില്ല ആൻറ്റി. അതുകൊണ്ടാ. എനിക്കറിയായിരുന്നു ഡിസ്ചാർജ് നേരത്തെ ആവുമെന്ന്. ഏതായാലും ഞാനൊക്കെ ഇല്ലേ, നമുക്ക് വീട്ടിൽ കൊണ്ടുവച്ച് നോക്കാം. രാവിലെ തൊട്ട് ഡോക്ടർ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനാണ് അമ്മ ഇത്രയും തിരക്കിട്ട് ഡോക്ടറിനെ തിരക്കിയത്. ചേച്ചി പറഞ്ഞ പോലെ അമ്മയ്ക്ക് വീടാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് പോവാം. ആൻറ്റി ഹാപ്പി ആയിട്ടിരിക്കണമെന്നല്ലേ ഡോക്ടറും പറഞ്ഞത്. അഞ്ജു, ഞാനിപ്പോൾ ഓക്കെയാ. നീ 2 ദിവസമായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയല്ലേ? വീട്ടിലേക്ക് പൊക്കോ. പിള്ളേർക്കൊക്കെ നീ ഇല്ലാണ്ട് പറ്റില്ലായിരിക്കും. നീ ഓക്കെ ആണോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്പം ഏതായാലും നീ ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട. നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. അസുഖമൊക്കെ മാറിയിട്ട് വേണം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ചേർന്ന് അമ്പലത്തിലൊക്കെ പോകാൻ. കേട്ടല്ലോ? അഞ്ജു, എനിക്കൊരാൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ബുദ്ധിമുട്ടുന്നത് എന്തിനാ? നീയില്ലാതെ പ്രവീണും പ്രേമം നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും. അതുകൊണ്ടാണ്. അവരെന്നും ഇവിടെ വന്നിട്ടല്ലേ പോകുന്നത്. ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവന്മാരെ ഭാര്യമാരെ ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ട് നീ ഈ കാര്യങ്ങൾ ആലോചിച്ചൊന്നും ടെൻഷൻ ആവണ്ട. ഹാപ്പി ആയിട്ടിരിക്കുക. എന്നാൽ പിന്നെ നമുക്കിറങ്ങിയാലോ പ്രേം? സമയം ഒരുപാടായില്ലേ? ആ ഏട്ടാ, നമുക്ക് പോവാം. ഹലോ. ആ, അപ്പം എൻ്റെ ഊഹം തെറ്റിയില്ല. 2 പേരും ഇവിടെ തന്നെ ഉണ്ടല്ലേ? അച്ഛനെന്താ ഈ സമയത്ത്? എന്താ അച്ഛാ, എന്തെങ്കിലും ഹെൽപ്പ്? അച്ഛൻ ഈ സമയത്ത് ഇവിടെ വരാറില്ലല്ലോ. ആ, എനിക്കൊരു അത്യാവശ്യ കാര്യം നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. അതാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന. MK ഗ്രൂപ്പ് നടത്തുന്ന ഒരു പാർട്ടിയുണ്ട് നൈറ്റ്. പ്രേമപൂജയും അതിൽ പങ്കെടുക്കണം. എനിക്കും പ്രവീണും വേറൊരിടത്ത് പോകാനുണ്ട്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യങ്ങളൊക്കെ ഞാൻ സഞ്ജുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്കിൾ, ഞാനിതിന് പങ്കെടുക്കണോ? അമ്മയ്ക്കിങ്ങനെ വയ്യാതിരിക്കുമ്പോൾ ഞാൻ ഓഫീസിലോട്ട്. അറിയാം മോളെ, പ്രേമനെ ഒറ്റയ്ക്ക് ഇത് ഏൽപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട്. നിന്റെ പ്രസൻറ്റേഷൻ എനിക്ക് അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ്. ഈ ഒരു തവണ മോൾ അങ്കിളിന് വേണ്ടി ഇത് ചെയ്യണം. ചേച്ചി പൊക്കോ. അങ്കിൾ ഇത്രയും പറയുന്നതല്ലേ, ഇവിടുത്തെ കാര്യം ഞങ്ങളുണ്ടല്ലോ. ആ പൂജ, പിന്നെ എല്ലാ കാര്യവും ഞാൻ സഞ്ജുവിനെ പറഞ്ഞ് ഏൽപ്പിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയാൽ മാത്രം മതിയായിരിക്കും. ആ സാർ, ഞാനത് അറ്റൻഡ് ചെയ്യാം. മോൾ ഒറ്റയ്ക്കല്ല, പ്രേമം കൂടി ഉണ്ടാവും. പ്രേം ഈവനിങ് നമ്മൾ രണ്ടും ഒരുമിച്ച് പോയാൽ മതി. ആ അച്ഛാ. ഈ പെർഫ്യൂം പൂജയ്ക്ക് ഒത്തിരി ഇഷ്ടം. ഇത് എന്നെ അടിക്കാം. റെഡിയായി പാർക്കിങ്ങിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ. ഒന്ന് കോൾ ചെയ്താലോ? ഞാനത് എത്തി. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഓക്കെ. അത് അവളല്ലേ വരുന്ന? മീറ്റിങ്ങിന് ഇത്ര ഹോട്ടായിട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഞാൻ റെഡി. പോവാം. ആ, പോവാം. ഈശ്വര, ഇവൾക്ക് ഗ്ലാമർ കൂടുവാണല്ലോ. ഇവളുടെ മുഖത്ത് ഒരു പ്രത്യേക ഭംഗിയുണ്ട്.
എൻ്റെ മുഖത്തേക്ക് നോക്കിയല്ല റോഡിൽ നോക്കി വണ്ടി ഓടിക്കുക. ഗ്ലാമർ മാത്രമല്ല, അതിനകത്ത് അഹങ്കാരം കൂടുന്നുണ്ട് ഇവക്ക്. എന്ത് വൃത്തിയുടെ പെർഫ്യൂമാണ് ഇവൻ അടിച്ചത്. മനുഷ്യന് ഛർദ്ദിക്കാൻ വരുന്നു. ഇവളെന്തോ ആമയാണ് പുറത്തേക്ക് തലയിട്ടിരിക്കാൻ. പ്രേം, വണ്ടി ഒന്ന് നിർത്ത്. എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നു. എന്തു പറ്റി? വണ്ടി ഒന്ന് സൈഡാക്ക്. ഓക്കെ ഓക്കെ, ഞാൻ നിർത്തരാം. പൂജ, തനിക്കെന്താ പറ്റിയ? നീ ഓക്കെ അല്ലേ? എന്തു പറ്റി? തൊട്ട് പോരുത്. അവൻ്റെ ഒരു പെർഫ്യൂം മനുഷ്യന് തലവേദന എടുക്കുക. ഇവളല്ലേ ഈ പെർഫ്യൂം മുമ്പ് കൊള്ളാന്ന് പറഞ്ഞ ഇവൾക്ക് എന്തു പറ്റി? ഈ പെർഫ്യൂമിൻ്റെ മണം അടിച്ച് എനിക്കെന്തായാലും അവിടെ വരെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ പൊക്കോ, ഞാൻ സഞ്ജുവിനെ വിളിച്ച് വന്നോളാം. ഓ, അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണോ ഈ ഡ്രാമ? ഡ്രാമയോ? എന്ത് ഡ്രാമ? എനിക്ക് ഡ്രാമയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ സഞ്ജുവിനെ വിളിച്ച് വന്നോളാം. നീ ചെല്ല്. അതെന്താടി നിനക്ക് എൻ്റെ കൂടെ വന്ന? ഞാനിപ്പോഴും നിൻ്റെ ഭർത്താവ്. നിൻ്റെ പോക്കം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന്? എന്നെ ഒരുപാട് അങ്ങോട്ട് പൊട്ടനാക്കാൻ നോക്കല്ലേ. ഈ പാർട്ടിക്ക് നിനക്ക് സഞ്ജുവിനോട് പോകണമെങ്കിൽ അങ്ങ് പോയാൽ പോരെ. എന്തിനാ ഈ ഡ്രാമയൊക്കെ? നിൻ്റെ അമ്മ ഹോസ്പിറ്റലായപ്പോൾ ആദ്യം നീ വിളിച്ചത് അവനെയല്ലേ? ഭർത്താവായ ഞാനുണ്ടായിട്ടും നിനക്ക് അവനെയല്ലേ വിളിക്കാൻ തോന്നിയ? ഇതിൽ നിന്നൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ട? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്നെ വിളിക്കണമായിരുന്നോ? നമ്മുടെ റിലേഷന് പുതിയ പേരിട്ടതല്ലേ നീ? ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്. അങ്ങനെയുള്ള നിന്നെ ഞാൻ എന്ത് സഹായത്തിൻ്റെ പേരിലാണ് വിളിക്കേണ്ടത്? ഒരുമിച്ച് കഴിഞ്ഞതിന് നീ എനിക്കിട്ട വിലയല്ലേ? എൻ്റെ അമ്മയുടെ ഓപ്പറേഷന് നീ അടച്ച ബില്ല്. നീ കരുതുന്ന പോലത്തൊരു പെണ്ണല്ല ഞാൻ. പിന്നെ സഞ്ജു, അവന് ഞാൻ എന്താണെന്നും എനിക്ക് അവനെന്താണെന്നും നല്ല വ്യക്തതയുണ്ട്. അതുകൊണ്ട് നീ അധികം ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. അത് പ്രേമ പൂജയല്ലേ? ഹലോ, വന്നോ? അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഈ റോഡ് സൈഡിൽ? പാർട്ടിക്ക് സമയമായില്ലേ? വരുന്നില്ലേ? സഞ്ജു, വാ നമുക്ക് പോവാം. അപ്പോൾ പ്രേം? നിന്നോടല്ലേ ഞാൻ പറഞ്ഞ വരാൻ. അവൻ്റെ കാര്യം നോക്കാൻ അവനറിയാം. ഈശ്വര, ഞാൻ വന്നത് റോങ് ടൈം ആയിപ്പോയോ? സഞ്ജു, നീ വരുന്നോ അതോ ഞാൻ ടാക്സി പിടിച്ച് പോണോ? ഇല്ല, ഞാനതാ വരുന്നു. സഞ്ജു, മീറ്റിങ്ങും പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് പോയാലോ? പൂജ, അവർ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കഴിക്കാതെ പോയാൽ മോശമല്ലേ? എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പോവാം. ഓ, ഇനി അതുമുണ്ടോ? എന്നാ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് വാ, പോവാം. ശരി, നീ ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തി തീർത്തിട്ട് പോവാം. ഇതൊക്കെ കാണുമ്പോൾ എനിക്കെന്താ വോമിറ്റ് ചെയ്യാൻ തോന്നുന്ന എൻ്റെ ഒരു അവസ്ഥ. എന്ത് നോക്കിയിരിക്കുക? കഴിക്ക്. നീ അല്ലേ പറഞ്ഞ് പെട്ടെന്ന് പോകണമെന്ന്? ആ, ഞാൻ കഴിക്കാം. നീ കഴിക്കേ. മുമ്പിരുന്ന് വെട്ടി വിഴുകുന്ന കണ്ടില്ലേ? അവന് വല്ലതും അറിയണോ? പൂജ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആ, ഞാൻ കഴിക്കാം. അവിടെ വെച്ചോ. ഇവൾക്ക് ചിക്കൻ അല്ലേ ഏറ്റവും ഇഷ്ടം. പിന്നെന്താ ഇവളൊന്നും കഴിക്കാത്ത? എന്ത് പറ്റി? സഞ്ജു, എനിക്ക് മതി. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. നീ ഫുഡ് കഴിച്ചിട്ട് വാ. ആ